നമുക്ക് നേടാൻ സാധിക്കാത്ത പലതും മറ്റുള്ളവർ നേടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ പലരിലൊക്കെ തോന്നുന്ന ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ പലപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്താറുണ്ട്. നമ്മൾ എന്തിനു സങ്കടപ്പെടേണ്ടതുണ്ട്? എല്ലാവരെയും ഒരുപോലെയല്ല ദൈവം സൃഷ്ടിച്ചത്. പടച്ചവന്റെ സൃഷ്ടിപ്പിൽ പോലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിലൂടെയാണ് നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഇതുവരെ കടന്നുപോയ ആളുകളും ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളും ഇനി നമുക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളുടെ ഒക്കെ സൃഷ്ടിപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സൃഷ്ടാവ് വെച്ചിട്ടുണ്ട് എന്നാണ്, പടച്ചവൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ വ്യത്യസ്തതകൾ നമ്മുടെ പല പല നേട്ടങ്ങളിലും കാണും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടായാലും അറിവ് സംബന്ധമായ കാര്യങ്ങളിലായാലും കായികമായ കഴിവുകളിലായാലും അങ്ങനെയൊക്കെ പല പല വിഷയങ്ങളിലും അതുണ്ട്. നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യത്യസ്തതകളെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് മനുഷ്യ സമൂഹം എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ഇരുന്ന് അങ്ങനെ ചിന്തിച്ച് വിലപ്പെട്ട സമയം കളയുന്നതിനേക്കാൾ ഏറെ എൻ്റെ സമയങ്ങളിൽ എൻ്റെ സാഹചര്യങ്ങളിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ പല പല ദുഃഖങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമിതമായ സങ്കടങ്ങളും അമിതമായ ചിന്തകളും അമിതമായ ടെൻഷനും നമ്മളെ വിഷാദത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അവനുള്ളത് അവനക്ക് ദൈവം നൽകിയതാണ്. നമുക്ക് എന്ത് ദൈവം നൽകി എന്ന് നോക്കുക. ആ വഴിയിലൂടെ നമുക്ക് നൽകിയതിൽ നമ്മൾ സംതൃപ്തനാകുക, എന്നിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഭൗതിക ലോകത്തെ ജീവിതം എന്നേക്കുമായിട്ട് ശാശ്വതമല്ല ആർക്കും. എല്ലാവരും വിട പറയണം. അത് എത്ര പ്രഗത്ഭനാണെങ്കിലും ശരി, മരണത്തിന് മുമ്പിൽ കീഴ്പ്പെടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മരണപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ, മരണത്തിന് മുമ്പിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കേണ്ടിയിരുന്നു. എന്തായാലും നമ്മളൊക്കെ ജനിച്ചവരായതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന നമ്മൾക്കും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനനം എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനനത്തോടൊപ്പം തന്നെ മരണം എന്ന നിഴലും നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മരണത്തെ നമ്മളെല്ലാം ഫേസ് ചെയ്യണം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും തടസ്സമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.